ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച തിരിച്ചടിയായെന്ന് BJP വിലയിരുത്തൽ. വിദ്യാർത്ഥി യുവജന പ്രതിഷേധങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. രാഷ്ട്രീയ സാഹചര്യം പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തി. നിതീഷ് കുമാർ, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ദാദിയ പരാജയത്തിന് പിന്നാലെ മധ്യപ്രദേശിലെ ഡാട്ടിയ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. നോബൽ മാരിക്കാരൻ തുടരുന്നുണ്ട്. നോബൽ അപ്പോൾ ബീഹാറിൽ, ഗുജറാത്തിൽ, മധ്യപ്രദേശിൽ 3 ഉപതെരഞ്ഞെടുപ്പുകൾ. അതിൽ ഒരു സീറ്റിൽ വിജയിച്ചുവെങ്കിൽ പോലും ഇവിടെ ഭൂരിപക്ഷം കുറയുന്നു. മറ്റ് 2 സീറ്റുകൾ മറ്റ് പാർട്ടികളാണ്. ഒന്ന് കോൺഗ്രസ്, ഒന്ന് പ്രശാന്ത് കിഷോറാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ നിതിൻ നബീൻ്റെ മണ്ഡലമാണ്, BJP ദേശീയ അധ്യക്ഷൻ്റെ മണ്ഡലമാണ്, BJPയുടെ കുത്തക മണ്ഡലമാണ്. 16 വർഷം കയ്യിലിരുന്ന മണ്ഡലം നഷ്ടപ്പെട്ടു പോയതിനുള്ള കാരണം അതെന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ BJPയുടെ വിലയിരുത്തൽ. ഷിയാസ്, ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ 2 BJPക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് വലിയ തരത്തിൽ തിരിച്ചടിയായി തന്നെയാണ് BJP വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലുണ്ടായ വലിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട CJP പ്രതിഷേധം, ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് BJP ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം വലിയ തോൽവി ഉണ്ടായത് എന്നുകൂടി BJP വിലയിരുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബീഹാറിലുണ്ടായ തോൽവിയാണ്. ബങ്കിപ്പൂരിൽ പ്രശാന്ത് കിഷോർ വിജയിച്ചപ്പോൾ വലിയ തിരിച്ചടി അവിടെ ഉണ്ടായി. കാരണം 5 തവണ അവിടെ MLA ആയിരുന്നു നിലവിലത്തെ BJP അധ്യക്ഷൻ നിതിൻ നബീൻ. അദ്ദേഹം രാജ്യസഭയിലേക്ക് വന്നപ്പോഴാണ് അവിടെ സീറ്റ് തന്നെ ഒഴിവന്നത്. അവിടെയാണ് വലിയ പരാജയം ഏറ്റിരിക്കുന്നത്. പ്രത്യേകിച്ച് ശക്തി കേന്ദ്രത്തിൽ ഏറ്റ തിരിച്ചടിയെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒപ്പം പ്രധാനമായും ദാതി, അതായത് മധ്യപ്രദേശിലെ ദാതിയിലുണ്ടായ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഘൻശ്യാം സിംഗ് വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. അതും വലിയ തിരിച്ചടിയായി തന്നെയാണ് BJP വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അടിയന്തരമായ ചില യോഗങ്ങൾ നടത്തി കാര്യങ്ങൾ അവലോകനം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും BJP പ്രത്യേകിച്ച് നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തി. ഒപ്പം കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തി. 2 പേര് പ്രത്യേകിച്ച് ബീഹാറിലെയും മധ്യപ്രദേശിലെയും പ്രധാന നേതാക്കളാണ്. ഇവരുമായി കൂടിക്കാഴ്ച നടത്തി എന്തൊക്കെയാണ് സാഹചര്യം എന്ന് മോദി വിലയിരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പോകുന്നത് പ്രത്യേകിച്ച് അടുത്ത വർഷം എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയമാണ്. സ്വാഭാവികമായി ഇപ്പോൾ ഉണ്ടായ തിരിച്ചടി എത്രയും വേഗം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഉത്തർപ്രദേശിലും ഒപ്പം പഞ്ചാബിലും ഒക്കെ വലിയ തിരിച്ചടി, ഉത്തരാഖണ്ഡിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ആദ്യ നടപടി ഉണ്ടായത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ പ്രധാനമായി പറഞ്ഞ ദാദിയ മണ്ഡലത്തിലുണ്ടായ തോൽവിക്ക് പിന്നാലെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി പൂർണ്ണമായും BJP പിരിച്ചുവിട്ടു. അവിടെ പുതിയ ഭാരവാഹികളേക്കുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പരാജയം വലിയ ആശങ്ക BJPക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. അതേസമയം പ്രശാന്ത് കിഷോറിന്റെ വിജയം വലിയ തരത്തിൽ ശരി നോബൽ, അപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ വിജയം അത് ഗൗരവത്തിൽ തന്നെ എടുക്കുകയാണ്. രാജ്യവ്യാപകമായ ഒരു പരിശോധനയിലേക്ക് BJP കടക്കുകയാണ്.